ദൈവവചന ധ്യാനത്തിന് ആധാരമായിരിക്കേണ്ടതിന് വിശുദ്ധ തിരുവെഴുത്തുകൾ നമുക്ക് തുറക്കാം. യോവേൽ പ്രവാചക പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ വായിച്ചാൽ, അങ്ങനെ യഹോവ തന്റെ ദേശത്തിനു വേണ്ടി തീഷ്ണത കാണിച്ചു, തന്റെ ജനത്തെ ആദരിച്ചു. യഹോവ തന്റെ ജനത്തിന് ഉത്തരം അരുളിയത്, ഞാൻ നിനക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. ഞാൻ ഇനി നിങ്ങളെ മതി. തീഷ്ണവാനായ യഹോവ. ഈ വചനത്തിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് പ്രകാശനം നൽകിയത് ആ പദഘോഷത്തെ അപഗ്രഥിച്ച് ഉള്ള ദൂത് ദൈവാത്മാവ് നൽകി. 2, ദൈവം ആരുടെ നേർക്കാണ് തീഷ്ണത കാണിച്ചത്? തൻ്റെ ജനം. തൻ്റെ ജനത്തിൻ്റെ തൽസ്ഥിതി എന്ത്? അത് മനസ്സിലാക്കാൻ യോവേൽ പ്രവചനത്തിൻ്റെ എഴുത്തിൻ്റെ കാലം ഗ്രഹിക്കേണ്ടി വന്നു. കാലം ഗ്രഹിക്കാൻ ഇതര പുസ്തകങ്ങൾ എന്ന പോലെ തലവാചകത്തിൽ നിന്ന് എളുപ്പമല്ല. ആന്തരിക തെളിവുകൾ ചിലത് നിരത്തേണ്ടി വന്നു. അങ്ങനെ നാം അടുക്കിനെ ധ്യാനിച്ചു വരികയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കാരണമെന്ത് എന്ന് നാം കഴിഞ്ഞ ആഴ്ചകളിൽ ഗ്രഹിച്ചതുകൊണ്ട് അവയുടെ ആവർത്തിയിലേക്ക് പ്രവേശിക്കുന്നില്ല. വെട്ടിക്കിളി ബാധ വന്നു. വെട്ടിക്കിളി ബാധ എന്താണ് എന്നുള്ളതും കഴിഞ്ഞ ആഴ്ചയിൽ, മുൻപുള്ള ആഴ്ചകളിൽ നാം ധ്യാനിച്ചു. ഇത് നിമിത്തം ദേശത്തിനുണ്ടായ വിപത്ത് എന്താണ് എന്നുള്ളത് 1-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം പൊതുവിൽ വായിച്ചാൽ, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ആഹാരവും നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് സന്തോഷവും ഉല്ലാസഘോഷവും മറ്റുപോയല്ലോ. നമ്മുടെ കണ്ണിന്റെ മുൻപിൽ നിന്ന് ആഹാരവും യഹോവയുടെ ആലയത്തിൽ നിന്ന് സന്തോഷവും ഉല്ലാസഘോഷവും അറ്റുപോയി. ഒന്ന്, ആഹാരമില്ലാതെയായി എന്ന് വെച്ചാൽ അന്നത്തിനു പോലും ബുദ്ധിമുട്ട് വന്നു, ക്ഷാമം വന്നു. 2, സന്തോഷം യഹോവയുടെ ആലയത്തിൽ നിന്ന് അറ്റുപോയി. അതിന് കാരണം പാനീയയാഗങ്ങൾ, ആദിയായിരിക്കുന്ന യാഗാർപ്പണങ്ങൾ ഒന്നും ആലയത്തിൽ നടക്കാതെ വന്നു ഈ കാലത്തിൽ. അങ്ങനെ വലിയൊരു വരൾച്ച, വലിയൊരു ക്ഷാമം, വലിയൊരു പ്രതിസന്ധി, വെട്ടിക്കിളി ബാധ, പ്രാവചനികമായ ആ വെട്ടിക്കിളി ബാധയുടെ അവസ്ഥകളെക്കുറിച്ചും 1-ാം അധ്യായത്തിൽ സവിസ്തരമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് 17-ാം വാക്യത്തിൽ പറഞ്ഞു, 16-ാം വാക്യത്തിന്റെ അവസാനത്തിൽ ആലയത്തിലെ സന്തോഷവും അറ്റുപോയല്ലോ. അപ്പോൾ ആലയത്തിൽ സന്തോഷമുണ്ടായിരുന്നു. ആലയത്തിലെ സന്തോഷവും ഉണ്ടായിരുന്നു, ആലയത്തിൽ ഉല്ലാസഘോഷവും ഉണ്ടായിരുന്നു. ഇത് രണ്ടും അറ്റുപോയി. നോക്കണേ, ആലയത്തിലെ സന്തോഷവും ഉല്ലാസഘോഷവും അറ്റുപോയി. ഇത് ഉണ്ടായിരുന്നതാണ് ആലയത്തിൽ. പുതിയ നിയമത്തിലെ ആലയം ജീവനുള്ള ദൈവത്തിന്റെ സഭയാം ദേവാലയം. 2, നാമാകുന്ന ആലയം. ഇത് രണ്ടും ഇറ്റുപോലുമില്ലാതെ പൂർണ്ണമായി അറ്റുപോയ ഒരവസ്ഥ. തൊട്ടു താഴെ വിത്ത് കട്ടകളുടെ കീഴിൽ എന്ത് ചെയ്യുന്നു? കിടന്ന് കെട്ടുപോകുന്നു. അപ്പൊ വിതച്ചു, മഴ പെയ്യുമെന്ന് ചിന്തിച്ച് മഴയില്ല, വരൾച്ച. അടുത്തത്, ധാന്യം കരിഞ്ഞു പോയിരിക്കാൻ പാണ്ഡ്യശാലകൾ ശൂന്യമായി, കളപ്പുരകൾ ഇടിഞ്ഞു പോകുന്നു. അപ്പോൾ ഭക്ഷ്യമേഖലയെ പൂർണ്ണമായി ബാധിച്ചു. ഇതിന് കാരണം എന്താണെന്നറിയോ? പൂമുഖത്തിനും യാഗപീഠത്തിനും മധ്യേ
ഒരു സക്കറിയാവിനെ ദൈവം ഏൽപ്പിച്ച ദൂത് പറഞ്ഞവനെ യോവാഷ് കല്ലെറിഞ്ഞു കൊന്നു. ഇതാണ് അതിന് കാരണം. സ്തോത്രം. ഇങ്ങനെ ജനം വിഷമവൃത്തത്തിലായപ്പം ഇതിൻ്റെ പരിഹാരം കർത്താവ് യോവേലിലൂടെ കൈമാറിയ ആലോചന ഇങ്ങനെയാണ്. അതിൻ്റെ 14-ാമത്തെ വാക്യം, 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഒരു ഉപവാസം നിയമിപ്പീൻ, ഒരു ഉപവാസ ദിവസം നിയമിപ്പീൻ. സഭായോഗം ശ്രദ്ധിപ്പീൻ, ഒരു ഉപവാസ ദിവസം നിയമിപ്പീൻ, ദിവസം നിയമിപ്പീൻ. നിയമിക്കപ്പെട്ട ഉപവാസ ദിവസം ഉണ്ടാകണം. അടുത്തത് സഭായോഗം നിർത്തുക. ഉപവാസം ദിവസം നിയമിപ്പീൻ. അടുത്ത വാക്ക് സഭായോഗം വിളിപ്പീൻ. അടുത്തത് മൂപ്പന്മാരെയും. സഭായോഗം എന്നുള്ളത് ഓൾഡ് ടെസ്റ്റ്മെന്റിലെ സഭായോഗവും ന്യൂ ടെസ്റ്റ്മെന്റിലെ സഭായോഗവും രണ്ടും രണ്ടാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റിലെ സഭായോഗം വിളിക്കേണ്ടത് നിയമങ്ങളുണ്ട്. ഗംഭീരധ്വനിയായി അടുപ്പുണിയായ കാഹളം മീട്ടി നീട്ടി മീട്ടി സഭയെ വിളിച്ചുകൂട്ടി സഭായോഗം വിളിക്കേണ്ട ചില ക്രമങ്ങളൊക്കെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ഇസ്രയേൽ സഭയെ വിളിച്ചു കൂട്ടുവീൻ. അടുത്ത വാക്ക് വായിച്ചു. മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ എന്ത് ചെയ്യണം? കൂട്ടിവരുത്തണം. യഹോവയുടെ ആലയത്തിൽ കൂട്ടിവരുത്തണം. ആമേൻ. അപ്പോൾ ഒന്ന്, ഉപവസിക്കണം. 2, സഭായോഗം വിളിക്കണം. 3, ദേശത്തിലെ മൂപ്പന്മാരെ സകല നിവാസികളെയും യഹോവയുടെ അരികിലേക്ക് കൂട്ടി യഹോവയുടെ സന്നിധിയിൽ എന്ത് ചെയ്യണം? ആലയത്തിൽ കൂട്ടിവരുത്തണം. ആലയത്തിൽ കൂട്ടിവരുത്തണം. കൂട്ടായ്മയിലേക്ക് വരണം. അടുത്ത വാക്ക് യഹോവയോട് നിലവിളിപ്പീൻ. യഹോവയോട് എന്ത് ചെയ്യണം? നിലവിളിക്കണം. ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗത്ത് ചെയ്യാൻ പറഞ്ഞിട്ട് അടുത്തത് 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ശിയോനി കാഹളമൂതണം, വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിക്കണം. സ്തോത്രം. അതിനുശേഷം 12-ാം വാക്യത്തിൽ 2:12 പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് നിങ്ങൾ തിരിയണം. എന്ന് വെച്ചാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിയണം, മടങ്ങി വരണം. റിട്ടേൺ ടു ഗോ, മടങ്ങി വരിക എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യോവേലിലൂടെ പറഞ്ഞു. വീണ്ടും പറഞ്ഞു, സ്തോത്രം, വസ്ത്രങ്ങളെ അല്ല. 13-ാം വാക്യത്തിൽ ഹൃദയത്തെ തന്നെ എന്ത് ചെയ്യണം? അപ്പൊ ഈ യഹൂദന്റെ ഒരു സംസ്കാര രീതിയുണ്ട്. ഒരു വിഷയം വന്നാൽ, ഒരു വൈകാര്യ നിമിഷം വന്നാൽ എന്ത് ചെയ്യുന്നറിയോ? അവർ വസ്ത്രം എന്ത് ചെയ്യും? നമ്മൾ കണ്ടിട്ടില്ലേ, ചില ആളുകൾക്ക് ദേഷ്യം വരുമ്പോൾ പാത്രം എടുത്ത് എറിയും. ചിലർക്ക് പണ്ട് പാത്രമായിരുന്നു, ഇപ്പം മൊബൈലാ. ഒരു വഴക്ക് തീർക്കാൻ പോയപ്പം പൊട്ടിയ മൊബൈലുകളെല്ലാം നിരത്തി കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം ഇന്നാരും ഉടച്ചതാന്നു. 25,000-ന്റെ 30,000-ന്റെ 40,000-ന്റെ ദേഷ്യം വന്നപ്പോൾ. എന്നാൽ യഹൂദന് ദേഷ്യം വന്നു എന്നുള്ളതല്ല, അവന്റെ വൈകാര്യ നിമിഷത്തിൽ അവൻ എന്ത് ചെയ്യും? വസ്ത്രത്തെ കീറും. ഈ യഹൂദന്റെ മേലങ്കി വില കൂടിയതാണ്. യേശുവിൻ ധരിച്ച വസ്ത്രം പോലും മേൽ മുതൽ താഴോട്ട് തയ്യലല്ലാത്തത് കൊണ്ട്, നെയ്ത്തായത് കൊണ്ട് ആ വസ്ത്രം എന്ത് ചെയ്തു? ചീട്ടിട്ടു. അപ്പോൾ മേലങ്കിയുണ്ട്, കീഴങ്കിയുണ്ട്. മേലങ്കി നന്നായിട്ട് അല്പം വിലയുള്ളതാണ്. യഹൂദനെ സംബന്ധിച്ച് അതെന്ത് ചെയ്യും? വൈകാര്യ നിമിഷത്തിൽ ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഉടുപ്പ് കീറിയിട്ട് കാര്യമില്ല. ഉടുപ്പല്ല കീറേണ്ടത്, നിങ്ങൾ കീറേണ്ടത് ഹൃദയത്തെ കീറണം. ഹല്ലേലൂയ. അപ്പോൾ യഹോവയുടെ ആലോചന ഹൃദയത്തെ കീറാൻ മൂർച്ചയുള്ള കത്തി പോലെ ഇവിടെ യോവേലിലൂടെ വരികയാണ്. സ്തോത്രം. ഹൃദയങ്ങളെ കീറണം. എന്നിട്ട് അടുത്ത വാക്ക് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിവീൻ. വീണ്ടും പറഞ്ഞു, നിങ്ങൾ തിരിയേണ്ടത് യാഹ്വേയുടെ അരികിലേക്ക്,
യഹോവയുടെ അരികിലേക്ക് തിരിയണം. അടുത്തത് അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും. അവന്റെ പക്കൽ, ഇതൊക്കെ നിർത്തി ചിന്തിക്കേണ്ട, അവന്റെ പക്കൽ കൃപയുണ്ട്, കരുണയുണ്ട്, ദീർഘക്ഷമയുണ്ട്. ദൈവത്തിന്റെ കോപം ഉണർന്നു നിൽക്കുന്ന സമയത്ത് ദൈവത്തിന്റെ കോപം മാത്രമല്ല, ദൈവം കരുണയുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്. അപ്പൊ കരുണ ഉണരാൻ, ദീർഘക്ഷമ ഉണരാൻ, മഹാദയ ഉണരാൻ നിങ്ങൾ എന്ത് ചെയ്യണം? മടങ്ങി വരണം. അടുത്ത വാക്ക് അവൻ അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കും. നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും അനുദപിച്ച് തനിക്ക് ഭോജനയാഗവും പാനീയയാഗവുമായുള്ള ഒരു അനുഗ്രഹം വെച്ചേക്കില്ലയോ? അടുത്തത് ആർക്കറിയാം? സിയോനിൽ കാഹളം ഊതുവീൻ. അടുത്ത വാക്ക് വീണ്ടും പറഞ്ഞു, സിയോനിൽ എന്ത് ചെയ്യണം? സിയോനി കാഹള ഊതുവീൻ. സിയോനില് കാഹള ഊതണം. അടുത്തത് ഒരു ഉപവാസം നിയമിപ്പീൻ. വീണ്ടും പറഞ്ഞു അവിടെ തന്നെ ഉപവസിക്കണം. സഭായോഗം വിളിപ്പീൻ. സഭായോഗം വിളിപ്പീൻ. ജനത്തെ കൂട്ടി വരുത്തുവീൻ. ജനത്തെ കൂട്ടി വരുത്തീൻ. സഭയെ വിശുദ്ധീകരിപ്പീൻ. സഭ എന്ത് ചെയ്യണം? സ്തോത്രം, ശുദ്ധമാക്കണം. മൂപ്പന്മാരെ കൂട്ടി വരുത്തുവീൻ. മൂപ്പന്മാരെ കൂട്ടി വരുത്തണം. പൈതങ്ങളെയും മുല കുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവീൻ. സകലെണ്ണത്തേക്കും ഒരുമിച്ച് കൂട്ടണം. മണവാളൻ മണവറയും. കല്യാണം കഴിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞ് ഹണിമൂൺ ട്രിപ്പിന് പോയവനൊക്കെ കൊണ്ടുവരണം. അടുത്തതാ മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ. യഹോവയുടെ ശുശ്രൂഷന്മാരായ പുരോഹിതന്മാർ സകല ഉപദേശിമാരെ എന്ത് ചെയ്യണം? ഭൂമുഖത്തിന്റെയും യാഗപീഠത്തിൻ മധ്യേ കരഞ്ഞുകൊണ്ട് യഹോവേ, അവരോട് പറഞ്ഞു അവിടെ നിന്ന് കരയാൻ. കാര്യം ഇവിടെ വെച്ച് ദൂത് പറഞ്ഞപ്പം ഇവരെ തടയാൻ ആർജവമുള്ളവരല്ലായിരുന്നു ഈ പുരോഹിതന്മാർ. ഒരിക്കൽ ഉസിയാവ് അല്ലേ, ഉസിയാവ് ധൂപകലശം എടുത്തപ്പം ഉസിയാവിനോട് പറഞ്ഞു, ഇത് നിനക്ക് വിഹിതമല്ലെന്ന്. ശരി, ആ പുരോഹിതൻ തുടങ്ങി 80 പേരടങ്ങിയ പുരോഹിത വൃന്ദം അവർ ധൈര്യത്തോടെ മുട്ടിടിക്കാതെ, താടിയിടിക്കാതെ കണ്ണെ നോക്കി കാര്യം പറഞ്ഞു അല്ലേ, മുഖത്തു നോക്കി കാര്യം പറഞ്ഞു. രാജാവ് കോപിച്ചു. അതൊക്കെ ശരിയാണ്, ചെയ്യേണ്ട. ഇവിടെ എന്ത് ചെയ്തു? അയഞ്ഞ സമീപനം. ഒന്നും കൂടെ പറയാം, ഈ പുരോഹിതന്മാർ മനോവീര്യം നഷ്ടപ്പെട്ടവരായി മാറി. ഇന്ത്യൻ സേനയ്ക്ക് നേരെ ഒരു നടപടി ആഭ്യന്തരമായി എടുക്കുന്നെങ്കിൽ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലേക്ക് ഒരു പരാതി വരുമ്പോൾ പോലീസിന് നേരെ, സംസ്ഥാന നിയമപാലകർക്ക് നേരെ ഒരു നടപടി എടുക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് വളരെ ശ്രദ്ധയോടുകൂടെയാണ് എടുക്കുക. കാര്യം സേനയുടെ മനോവീര്യം എന്ത് ചെയ്യരുത് എന്ന് വെച്ചാൽ, നാളെ കള്ളനെ പിടിക്കാൻ, കള്ളനെ പിടിച്ച പോലീസിനെ കള്ളനെ പിടിച്ചു എന്ന പേരിൽ തൊപ്പി തെറിപ്പിച്ചാൽ നാളെ പോലീസ് എന്ത് ചെയ്യും? കള്ളം പോകുന്ന സമയത്ത് കണ്ണടച്ചിങ്ങനെ നിൽക്കും. ഈ ഗതികേട് കാലഘട്ടത്തിലെ ഉപദേശിമാർക്ക് വന്നിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾക്ക് വെള്ളയുടുപ്പുണ്ട്. നമ്മുടെ പാസ്റ്റർ ലുക്ക് എന്ന് പറഞ്ഞാൽ വെള്ളയുടുപ്പ്, കറുത്ത പാൻറ് ഇല്ലേ, ആ ലുക്കുണ്ട്, ശരിയാ. എന്നാൽ കാലഘട്ടത്തിന് പറ്റിയത് എന്തെന്ന് ചോദിച്ചാൽ അനേകരുടെ മനോവീര്യം നഷ്ടപ്പെട്ടു. അന്നുള്ള പുരോഹിതന്മാർക്ക് അവരോട് പറഞ്ഞു, മടങ്ങി വാ. നിങ്ങൾ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി പതറിയവരും മനോവീര്യം നഷ്ടപ്പെട്ടവരും ആർജവം മറ്റുപോയവരുമായി മാറി. നിങ്ങൾ എന്ത് ചെയ്യുക? മടങ്ങി വാ. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ കരയ. ഈ ശുശ്രൂഷ നിങ്ങളെ ഏൽപ്പിച്ചത് യോവാശല്ല. ഈ ശുശ്രൂഷ നിങ്ങളെ ഏൽപ്പിച്ചത് തേജോമയനായ ദൈവം നേരിട്ടേൽപ്പിച്ച ശുശ്രൂഷയാണ്. അതുകൊണ്ട് മനുഷ്യനോട് അല്ല കണക്ക് കൊടുക്കേണ്ടത്, ദൈവത്തോടാന്നുള്ള ചിന്തയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മടങ്ങി വരണം. സകലരും മടങ്ങി വരാൻ പറഞ്ഞു. എന്നിട്ട് വായിച്ചോ താഴോട്ട്. യഹോവയുടെ ശുശ്രൂഷന്മാരായ പുരോഹിതന്മാർ. യഹോവയുടെ ശുശ്രൂഷകർ. ആ വാക്ക് ശ്രദ്ധിച്ചോ? സ്തോത്രം. യഹോവയുടെ ശുശ്രൂഷകർ മനുഷ്യന്റെ വേലക്കാരാകരുത്. സ്തോത്രം. അടുത്ത വാക്ക്
ശുശ്രൂഷന്മാരായ പുരോഹിതന്മാർ ആ. പൂമുഖത്തിന്റെയും ആ. യാഗപീഠത്തിന്റെയും മധ്യേ കരഞ്ഞുകൊണ്ട് അവർ യഹോവയുടെ ശുശ്രൂഷകന്മാരാണ്. അവർ മടങ്ങി വരണം, യഹോവയുടെ ശുശ്രൂഷയിലേക്ക് മടങ്ങി വരണം. അടുത്തത് ആ വാക്ക്, കരഞ്ഞുകൊണ്ട് യഹോവേ നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ, നിന്റെ ജനത്തോട് എന്ത് ചെയ്യണേ? ക്ഷമിക്കണേ. ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം ആ. നിന്റെ അവകാശത്തെ നിന്നയ്ക്ക് ഏൽപ്പിക്കരുതേ. ആ, അവരുടെ ദൈവം അപ്പോൾ എവിടെയെന്ന് ഇവിടെ കൂട്ടക്കരച്ചില് അല്ലേ? ഈ വലിയ ഉണർവുണ്ടായ സ്ഥലങ്ങളെ കുറിച്ച് നിങ്ങൾ ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് ഇല്ലേ? വലിയ ഉണർവുണ്ടായ സ്ഥലങ്ങൾ, വയസ്സിലെ ഉണർവ്, വലിയ ഉണർവുകൾ ഉണ്ടായ സ്ഥലങ്ങൾ. ആ ഉണർവുണ്ടായിടത്തൊക്കെ ആദ്യം ഉണ്ടായിട്ടുള്ളത് ഹൃദയ തകർച്ചയും പാപബോധവും അവരുടെ കൂട്ടക്കരച്ചിലും അവൻ വിട്ടുപിരിയാൻ പറ്റാതെയുള്ള ഹൃദയ നുറുക്കത്തോടുകൂടെയുള്ള ഏൽപ്പിക്കലും ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ഉണർവിലേക്ക് മടങ്ങി വരാൻ ദൈവാത്മാവ് ഇവരോട് പറഞ്ഞു. ഇവര് ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, അച്ചട്ടായി ആ കാര്യം അങ്ങനെ ചെയ്തെന്നാണ് ദ ഹിസ്റ്ററി ഓഫ് ഇസ്രയേൽ പഠിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്തെന്നാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഞാൻ ഈ മടങ്ങി വന്ന ജനത്തെ ആദരിക്കും. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ദൂത് പിടികിട്ടുന്ന ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്യാം. വസ്ത്രത്തെയല്ല, ഹൃദയത്തെ കീറി ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കുറ്റമേറ്റു പറഞ്ഞ് ക്രമീകരണം വരുത്തി അവൻ വിശുദ്ധീകരിച്ച് ഒരുക്കപ്പെട്ട മടങ്ങി വന്ന് നിന്ന ജനത്തോട് പറഞ്ഞു ദൈവത്തിന്റെ ആലോചന. അടുത്ത്, ഞാൻ അവൻ എൻ്റെ ജനത്തെ എന്ത് ചെയ്യും? ആദരിക്കും. എങ്ങനെ ആദരിക്കുന്നേ? എങ്ങനെ ആദരിക്കുന്നേ? സ്തോത്രം. ആമേൻ. താഴോട്ടുള്ള വാക്കിൽ ഞാൻ അവരെ തൃപ്തരാക്കും. ഒരു വാക്കില്ലേ? തൃപ്തി. തൃപ്തി. ആമേൻ. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാമോ? തൃപ്തി. തൃപ്തി. ഹല്ലേലൂയ. ഈ മടങ്ങി വരതിന് മുൻപ് വരെ എല്ലാ വീട്ടിലും കയറി ചോദിക്കാം, എന്താ അവസ്ഥ? അതൃപ്തി ഇല്ലേ? നമ്മുടെ പല യോഗങ്ങൾക്കകത്തും സഭായോഗങ്ങൾക്കകത്തൊക്കെ സാക്ഷ്യം ഇവിടെയൊക്കെ കുറവാ. ചിലയിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ അങ്ങ് പഞ്ഞത്തിൻ്റെ കൂമ്പാരമായിരിക്കും. അങ്ങനെ പഞ്ഞം തന്നെ പറയുന്ന ആളുകളുണ്ട്. പഞ്ഞം തന്നെ. ഇപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് കയറി ചെല്ലുന്നു, ഇല്ലായ്മ ഉണ്ടാകും, എന്നാലും പഞ്ചസാരയില്ല, കാപ്പിപ്പൊടിയില്ല. ഇത് കേട്ട് മടുത്ത, നീ ഉണ്ട കാര്യം എന്തൊക്കെ ഉണ്ടെന്ന് പറ എന്ന് കുഞ്ഞുമോളെ എന്ന് ഭാര്യയോട് പറഞ്ഞപ്പം ഭാര്യ അടുത്ത പ്രാവശ്യം ചെന്നപ്പോൾ പറഞ്ഞു, പഞ്ചസാര ഇല്ലായ്മയുണ്ട്, കാപ്പിപ്പൊടി ഇല്ലായ്മ ഉണ്ട്. അതുകൊണ്ട് നോക്കണേ, എല്ലാ വീട്ടിലും കയറിയാൽ പഞ്ഞവും പരിവട്ടവും കേൾക്കാനുള്ളൂ. എന്നാൽ തൻ്റെ ജനത്ത് ദൈവം ആദരിച്ചപ്പം, ഒന്നും കൂടെ തെളിച്ചു പറയാം, സ്തോത്രം, സകല പഞ്ഞവും ദാരിദ്ര്യവും ദൈവം തൊട്ടാ തീരും. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? ആമേൻ. വേറെ ഏത് മനുഷ്യന്റെ കരവും കൊടുത്താലും തീരില്ല, പ്രവർത്തിച്ചാലും തീരില്ല. എന്നാൽ എൻ്റെ ദൈവം എന്നെ ബ്ലസ് ചെയ്താൽ, എൻ്റെ ദൈവം എന്നെ തൊട്ടാൽ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇടപെട്ടാൽ ഞാൻ തൃപ്തനാകുമെന്ന് ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഉറപ്പുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിച്ചാട്ടെ. ദൈവം എനിക്ക് തൃപ്തി വരുത്താൻ ശക്തനെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ, ദൈവത്താൽ തൃപ്തരാകാൻ കൊതിക്കുന്നവർ അല്പനേരം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഇന്ന് ഈ ദൂതിന് മുമ്പിൽ ഒന്ന് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. ഞാൻ എൻ്റെ ജനത്തെ ആദരിക്കും. ഒന്ന്, ഞാൻ അവരുടെ അതൃപ്തിയെ തുടച്ചു മാറ്റും. ഞാൻ അവരുടെ തൃപ്തികേടിനെ തുടച്ചു മാറ്റും. ഞാൻ അവരെ തൃപ്തരാക്കും. സ്തോത്രം, സ്തോത്രം. അതൃപ്തി തിങ്ങി നിൽക്കുന്നതിന് കാരണം അതിൻ്റെ പുറകിൽ പാപമാണ്, അതിൻ്റെ പുറകിൽ ക്രമീകരണക്കുറവാണ്. നിങ്ങൾ ക്രമീകരിച്ച്
ഒരുക്കപ്പെട്ട് ദൈവസന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ അവൻ ഞാൻ നിങ്ങളെ തൃപ്തരാക്കാം. അവൻ നാടിനെ നോക്കി, ഒരു രാഷ്ട്രത്തെ നോക്കി, ഭരണകൂടത്തെ നോക്കി, മതത്തിന്റെ നേതൃത്വത്തെ നോക്കി, രാഷ്ട്രത്തിന്റെ നേതൃത്വത്തെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാലികമായി കൈമാറിയ കരുത്തുറ്റ ദൂത് ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? തൃപ്തരാക്കും. ഹല്ലേലൂയ. ഫിലദൽഫിയ സഭാജനമേ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ, നിന്റെ അതൃപ്തിക്കകത്തേക്ക് ആമൻ സ്തോത്രം, ആമൻ പൂർണ്ണതയുള്ള കരത്തിന്റെ ഒരു ഇടപെടൽ വെളിപ്പെടാൻ ഇന്ന് പകലിൽ ഏൽപ്പിക്കപ്പെടുന്ന ദൈവമക്കൾ അല്പനേര കരങ്ങളെ തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. അതൃപ്തി എന്ന സ്വകാര്യ ദുഃഖം ഹൃദയത്തിൽ പേറുന്നവരുടെ ഹൃദയത്തെ തൊട്ട് ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുന്നത്. ആ അതൃപ്തിയെ ഞാൻ എടുത്തു മാറ്റി ഞാൻ നിന്നെ ആദരിക്കും. അവൻ അതൃപ്തി നിലനിൽക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ കരത്താൽ അവൻ അവിടെ തന്നെ അതൃപ്തിയെ മാറ്റി തൃപ്തി കൊണ്ടുവന്ന് എന്നെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകലേൽപ്പിക്കുന്നവർ എല്ലാ കണ്ണുകൾ അടച്ച് അല്പനേരം ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാണ്. തന്റെ ജനത്തെ ആദരിക്കുമ്പോൾ തന്റെ ജനം തൃപ്തരാകും.